ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധിയുടെ രംഗത്ത് ഒരു പ്രാവശ്യം കൂടി എന്നെ എഴുന്നേൽപ്പിച്ച, യേശുവിൻ്റെ സാക്ഷിയെ എന്നെ എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തെ ഞാൻ മുന്നമേ സ്തുതിക്കുന്നു. വളരെ അസമാധാനം നിറഞ്ഞൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. സമാധാനത്തിനും സന്തോഷത്തിനും ആഹാരത്തിനും വസ്ത്രത്തിനും എല്ലാം നല്ല ഞെരുക്കമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. ഒരു മദ്യപാനിയുടെ ഭവനത്തിലുണ്ടാവുന്ന എല്ലാ ദൂഷ്യവശങ്ങളും ഞങ്ങൾ ചെറുപ്പം മുതലേ അനുഭവിച്ചാണ് വളർന്നു വന്നത്. എവിടെ നോക്കിയാലും ഒരു പ്രത്യാശയില്ല, ഞങ്ങൾക്ക് എന്നും രോഗം. അങ്ങനെ ആകെ വലഞ്ഞുപോയ സമയങ്ങളായിരുന്നു എൻ്റെ ബാല്യകാലത്ത്. പലപ്പോഴും ഞങ്ങൾ മക്കൾ വഴക്കുണ്ടാക്കുകയും പല ദിവസങ്ങളിലും മിണ്ടാതെ എല്ലാം കിടന്നുറങ്ങുകയെല്ലാം ചെയ്യുമായിരുന്നു. ഈ സമയത്തെല്ലാം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ പള്ളിയിൽ പോവുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിമാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോണെല്ലാം എടുക്കുകയും അതെല്ലാം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം എല്ലാം ഉണ്ടായി. ഇവരുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞെങ്കിലും നല്ല ജോലിയൊന്നും ലഭിക്കാത്തതുകൊണ്ട് പലിശയെല്ലാമായി പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാനെല്ലാം വന്നിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ അയൽക്കാരോടും ഞങ്ങളുടെ ദേശക്കാരോടും എല്ലാം ഞങ്ങൾ കടം മേടിക്കാത്ത വീടുകൾ വളരെ ചുരുക്കമായിരുന്നു. പറഞ്ഞ അവധിക്ക് പൈസ തിരികെ കൊടുക്കാത്തത് കൊണ്ട് പലപ്പോഴും വന്ന് വളരെ മോശത്തോടെ വളരെ ദേഷ്യപ്പെട്ട് അവരെല്ലാം വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നതെല്ലാം കണ്ട് കരഞ്ഞ് തളർന്ന ഒരു ബാല്യകാലമാണ് എൻ്റേത്. ഇങ്ങനെ വളരെ അസമാധാനം നിറഞ്ഞ സമയത്ത് പലരും ഞങ്ങളെ മറ്റ് പല മാർഗങ്ങളിലേക്കും ചൂണ്ടിക്കാണിച്ചു തന്നു. ഇതുപോലെ നോയമ്പുകാലം എല്ലാം വരുമ്പോൾ വായ്പ വാങ്ങിയ പൈസയായിട്ട് മമ്മി ഞങ്ങളെ കൊണ്ട് മലയാറ്റൂർ പള്ളിയിലേക്കെല്ലാം പോകുമായിരുന്നു. കൂടാതെ കോതമംഗലം പള്ളിയിലേക്ക്, അങ്ങനെ പല പള്ളികളിലേക്കും പല അച്ഛന്മാരുടെ അടുക്കലെല്ലാം ഞങ്ങൾ ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി ഓടി നടന്ന സമയങ്ങളായിരുന്നു അതെല്ലാം. എന്നാൽ ഇതിനൊന്നിനും ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിറ്റ് സമാധാനം പോലും തരാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പലപ്പോഴും എൻ്റെ മമ്മിയോട് പറയായിരുന്നു, അക്രൈസ്തവരായ ഞങ്ങളുടെ അയൽക്കാരും എൻ്റെ കൂട്ടുകാരെല്ലാം ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളായി ജനിച്ചതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ കഷ്ടപ്പാട് വരുന്നതെന്നല്ല, ഈ ദൈവം പണക്കാരുടെ മാത്രം ദൈവമായിരിക്കും എന്നെല്ലാം ഞാൻ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ട്. എന്നാൽ അന്നെല്ലാം എനിക്ക് യേശുവിനോട് ഭയങ്കര പിറുപിറുപ്പായിരുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു വൈരാഗ്യം പോലെ എല്ലാമായിരുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ എല്ലാം വരുന്നു എന്നെല്ലാമുള്ള ചിന്തയായിരുന്നു. ഈ സമയത്തെല്ലാം എന്നെ നാണം കെട്ട് ജീവിക്കുന്നതിലും അതെങ്ങനെയും മരിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനുവേണ്ടി ഞാൻ പല മാർഗങ്ങളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ അതിനൊന്നും അവിടെ ഒന്നും എനിക്ക് ജയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഭാഗ്യവശാൽ 2012 എനിക്ക് ഈ ഡെൻഗേറിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതുമൂലം എനിക്ക് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിരന്തരമായി സത്യവചനം കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാനന്ന് ആദ്യമായിട്ട് അവിടെ കടന്നുപോയപ്പോൾ ഭൗതികമായ പല കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ പറയുന്നത് കേട്ടു. യേശുക്രിസ്തു കുടുംബസമാധാനം തരുന്നതിനെക്കുറിച്ചും മദ്യപാനം മാറ്റുന്നതിനെക്കുറിച്ചും രോഗങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചും കടം മാറ്റുന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ അവിടെ കൊതിയോടെ കേട്ടുകൊണ്ടിരുന്നു. അന്ന് എൻ്റെ നിസ്സാരതയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇവർ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒരത്ഭുതം പ്രവർത്തിക്കണമെന്നെല്ലാം പ്രാർത്ഥിച്ചത് ഇന്നെന്നപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് നിരന്തരം എനിക്ക് വചനം കേൾക്കാൻ അവസരം ലഭിച്ചു. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ യോഗത്തിനെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ദൈവത്തിൽ എന്നോട് പറഞ്ഞു തന്നു, ഒരു കുടുംബത്തിൽ ഒരാൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, പാപം കൂടാതെ ജീവിക്കുമെന്ന് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നെല്ലാം പറഞ്ഞു തന്നു. അതെൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയും. നിന്നു എന്നൊന്നും പറയാൻ എനിക്കില്ല, പക്ഷേ എൻ്റെ ഓരോ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളെല്ലാം കാണുവാനുള്ള വലിയൊരു സുബോധം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അന്ന് മുതൽ യേശുവിനോടൊരു സ്നേഹം എല്ലാം എനിക്ക് തന്നു തുടങ്ങി. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ വചനത്തിലേക്ക് വരാനെല്ലാം ഒരവസരം കർത്താവ് തന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെയായിരുന്നു. ഒരിക്കലും മാറില്ലെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ പപ്പയുടെ മദ്യപാനം എൻ്റെ കർത്താവായ യേശുക്രിസ്തു മാറ്റിക്കൊടുത്തു. ഞങ്ങളുടെ കടങ്ങളെല്ലാം പയ്യെ പയ്യെ മാറാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിരുന്ന ഞങ്ങളുടെ വിവാഹം
യേശുക്രിസ്തു ഏറ്റവും മനോഹരമായി നടത്തി തന്നു. ഒരു ദൈവവേദനെ തന്നെ എനിക്ക് ഭർത്താവായി തന്നു. വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് അവൻ എന്നെയും കൊണ്ടുചെന്നാക്കി. എന്നാൽ കൊറോണയുടെ സമയമെല്ലാം വന്നപ്പോൾ ഞാനും പാപത്തിലേക്ക് ഇറങ്ങിപ്പോയി. പയ്യെ പയ്യെ ദൈവസ്നേഹം എന്നിൽ നിന്ന് തണുത്തുപോയി. പ്രാർത്ഥിക്കുന്നതെല്ലാം വഴിപാട് കഴിക്കും പോലെ ഞാൻ വെട്ടിച്ചുരുക്കി. ബൈബിൾ വായനയെല്ലാം ഞാൻ കുറച്ച് വന്നു. അതിൻ്റെ എല്ലാ ഫലങ്ങളും ഞാൻ ആ നാളുകളെല്ലാം അനുഭവിച്ചു. എന്നാൽ ഞാനങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട് എൻ്റെ കർത്താവിന് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് എന്നെയും എൻ്റെ കർത്താവായ യേശുക്രിസ്തു കൂട്ടിച്ചേർത്തു എന്ന് ഞാൻ പറയും. എൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന ജീവിതം എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് മടക്കി തന്നു. എൻ്റെ കണ്ണീരെല്ലാം വറ്റിപ്പോയിരുന്നു. എന്നാൽ എൻ്റെ യേശുക്രിസ്തു ഇന്ന് എനിക്ക് ഓരോ വചന ശുശ്രൂഷയിലൂടെയും പാപബോധം എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. ഓരോന്നും പറയുമ്പോൾ അത് എന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതായിട്ടെല്ലാം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ മൂത്ത കുഞ്ഞിന് ഒരു 1.5 വയസ്സ് മുതൽ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്ത വൊമിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 1 കിലോമീറ്ററിലധികം ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല, അപ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് വളരെ നിരാശപ്പെട്ടിരുന്നു ഞങ്ങളൊരു ഡോക്ടറിനെ എല്ലാം കൺസൾട്ട് ചെയ്തു. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഇത് അങ്ങനെ പെട്ടെന്ന് മാറില്ല, ഒരു പ്രായം കഴിയാതെ മാറില്ല, ഒരു 10-15 വയസ്സെങ്കിലും ആവണം, പിന്നെ പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിൽ അതിലും കൂടുതൽ താമസം ഉണ്ടാവുമെന്നെല്ലാം പറഞ്ഞു. അന്ന് വളരെ നിരാശപ്പെട്ട് ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 31 തീയതി ഈ ഹാളിൽ പ്രാർത്ഥനയോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും ഞങ്ങളന്ന് പറഞ്ഞിരുന്നു, നമുക്കിന്ന് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം, യേശുക്രിസ്തു നന്മയ്ക്കായി നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം തരുമെന്നെല്ലാം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് അത്ഭുതം എന്ന് പറയട്ടെ, ഈ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, എൻ്റെ കുഞ്ഞ് അന്ന് 6 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞ് ഞാൻ കണ്ടു ആ സമർപ്പണം എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുപ്പ എൻ്റെ ഛർദി മാറ്റി തന്നെ എന്നെല്ലാം ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാൻ കണ്ടു. അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് ആ ബാധ എൻ്റെ കുഞ്ഞിന് തിരിച്ചു വന്നിട്ടില്ല. ഞങ്ങളതിന് ശേഷം അനേക ദൂരയാത്രകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എങ്കിലും എനിക്കിടയ്ക്ക് സംശയമെല്ലാം ഉണ്ടായിരുന്നു. ഇതുവരെ കർത്താവായ യേശുക്രിസ്തു ആ ബാധ പിന്നീട് വരുത്തിയിട്ടില്ല. അത് എന്നേക്കുമായി എൻ്റെ യേശു എൻ്റെ കുഞ്ഞിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കറിയാം ഇതെല്ലാം ഈ ഭൂമിയിലെ കാര്യങ്ങളാണെന്നും ഇതെല്ലാം ഈ ശവക്കുഴി വരെ മാത്രമുള്ള കാര്യങ്ങളാണെന്നുള്ള വലിയൊരു സുബോധം ഈ നാളുകളിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യത്തോളം എൻ്റെ യേശുവിൻ്റെ വേല ചെയ്ത് യേശു ദുഃഖിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാതെ മനസ്സറിഞ്ഞൊരു പാപം കൂടാതെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.